പനിയുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെ പനി പല വിധത്തിലുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ 3 ദിവസമൊക്കെ നമുക്ക് പനി സാധാരണ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വാച്ച് ചെയ്തിട്ട് എന്തെല്ലാം ലക്ഷണങ്ങളാണ് പുറത്തേക്ക് പ്രകടമായി നമുക്ക് തോന്നുക? പിന്നെ പനി എങ്ങനെയാണ് നമ്മൾ പനിയെ മനസ്സിലാക്കുക? എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡോക്ടറെ അടുത്ത് ഓടിപ്പോകുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ചോദിച്ചത് ഏത് അടയാളങ്ങളാണ് വാച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു മാജിക്കൽ നമ്പർ 3 ആണെന്ന്. അപ്പം 3 ദിവസത്തിന് താഴെ വരുന്ന സാധാരണ പനി സാധാരണ ആൾക്കാരിൽ ഹോം റെമഡീസിലൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 5 days വരെ നമുക്കുള്ളത് ജലദോഷപ്പനി എന്നുള്ള ഭാഗമാണോ എന്നുള്ളത് നോക്കണം. അതായത് പനി, തൊണ്ടവേദന, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, അതുപോലെ തുമ്മൽ, ഇങ്ങനെയുള്ള പനിയാണെങ്കിൽ പിന്നെയും ഒരു 2 ദിവസം കൂടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇതൊരു സാധാരണ ജലദോഷപ്പനി തന്നെയാണ്. നമ്മളതിനെ വൈറൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് വിളിക്കും. 5 ദിവസത്തിന് മുകളിലേക്ക് ആ പനി പോവുകയോ 3 ദിവസത്തിലേക്ക് മുകളിൽ അനായാസം, അതായത് വളരെ തീവ്രമായ പേശിവേദന അല്ലെങ്കിൽ ശക്തമായ ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ട്, ഇതാണ് ഒരു ഏരിയ. അവിടെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ സീസണൽ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, പത്രമാധ്യമങ്ങളിലൂടെ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗികളുടെ ആധിക്യം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻഫ്ലുവൻസേനെ സംശയിക്കേണ്ടതുണ്ട്. ഇതാണ് മറ്റൊരു ഏരിയ. പിന്നെ ഒരു സംഗതി, പനിയുടെ കൂടെ എന്തെങ്കിലും റാഷുകൾ പോലെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, കുമിളകൾ പോലെ ഉണ്ടാകുന്നുണ്ടോ, അവിടെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അവിടെ നമുക്ക് കളർ എന്തെങ്കിലും പ്രത്യേകിച്ച് കളർ ഇല്ല. കുമിളകൾ പോലെ ഉണ്ടാകുമ്പോൾ അത് പിന്നെ അവിടെ കുറച്ച് വിശദാംശങ്ങളുണ്ട്. ശരീരത്തിൽ മാത്രമാണോ, കൈകളിൽ നിന്ന് ശരീരത്തിലേക്ക് വരികയാണോ, കുമിളകൾ, അതായത് ചെറിയ വെസിക്കിൾസ് എന്ന് വിളിക്കുന്ന അവസ്ഥകൾ. അത്തരം കേസുകളിൽ നമുക്ക് ഈ കുട്ടികളിലാണെങ്കിൽ പറയുന്ന HFMD എന്ന് പറയുന്ന അവസ്ഥ, കാളിപ്പനിയും, വലിയ ആൾക്കാരിലാണെങ്കിൽ യൂഷ്വലി അത് കാണാറില്ല, ചിക്കൻ ബോക്സും അതുപോലുള്ള, അല്ലെങ്കിൽ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസും ഒക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ കാണുന്നത് ഡോട്ടാണ്, പനിയുടെ കൂടെ ഡോട്ടാണ്. അത് കേരളത്തിൽ വളരെ കോമൺ ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കുന്നത്. പനിയുടെ കൂടെ ശക്തമായ ശരീരവേദന, സന്ധിവേദന, കണ്ണിൻ്റെ പിൻഭാഗം വേദന, ഛർദി, ക്ഷീണം, തലവേദന, കൂടെ ചില ആളുകളിൽ കാണുന്ന ഡോട്ടുള്ള അവസ്ഥ. സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ ആധിക്യം, പീരീഡ്സ് വരുന്നതിന് മുന്നേ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് സംഭവിക്കുക. ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കണം. അപ്പോൾ അല്ലെങ്കിൽ പേഷ്യൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പേഷ്യൻറ്റിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക, അതായത് ഓൾട്ടേർഡ് സെൻസോറിയം, അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസം വരിക, സംസാരത്തിൽ കുഴച്ചിൽ സംഭവിക്കുക. ഇത്തരം കേസുകളുണ്ടെങ്കിൽ അത് ഏത് ദിവസം സംഭവിച്ചാലും ശരി, ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ്സ് ആണ്. അതിപ്പോൾ 2ാമത്തെ ദിവസമാണെങ്കിലും ശരി. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ആൾക്കാരിലാണ് ഈ 3 ദിവസം എന്നുള്ള പോയിന്റ് ഉള്ളത്. ഒരു 70 വയസ്സുള്ള ഒരു ആൾക്ക് 2ാമത്തെ ദിവസമാണ് പനി, 2 ദിവസമായപ്പോഴത്തേക്കും സംസാരത്തിൽ കുഴച്ചിലുണ്ടായി, സ്വാഭാവികമായിട്ടും ഗൗരവത്തിലെടുക്കണം, അദ്ദേഹം ഡോക്ടറെ കാണണം. അപ്പോൾ പനിക്കൊരു സിൻഡ്രോമിക് അപ്രോച്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ പനിയുടെ കൂടെ എന്തെല്ലാം അടയാളങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അത് എന്താണ്. വേറൊരു പനിയല്ല. പനിന്റെ കൂടെ മറ്റെന്തെങ്കിലും കാണണമെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഏജുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് അഡ്മിറ്റ്. അതെ. അല്ലാത്ത പക്ഷം ഇപ്പോൾ വെറുമൊരു പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വെറുമൊരു പനിയുടെ കൂടെ അത് 1, 2, 3, 4, 5 ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെയും പനിക്കുകയാണ്, ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മെല്ലെ ഇയാളുടെ ഭാരം കുറയാണ്, ഇയാളുടെ വസ്ത്രം ലൂസാവുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയിൽ ചില അസ്വാഭാവികമായ അസുഖങ്ങളുണ്ട്, ക്യാൻസർ പോലുള്ള, വാദസംബന്ധമായ പോലുള്ള രോഗങ്ങളുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് ഒരു ഗൗരവത്തിലെടുക്കണം. അപ്പോൾ അവിടെയാണ് ഇൻഫെക്ഷൻ്റെ പുറത്തേക്ക് നമ്മൾ പനീനെ കാണുന്നത്. ഇപ്പോൾ പനിയുടെ കൂടെ ഏതെങ്കിലും ഒരു സന്ധി തീവ്രമായിട്ട് വേദനിക്കുകയും ആ ഭാഗം ചുമന്നിരിക്കുകയും ചെയ്യുക, ചൂടായ അവസ്ഥയിലുണ്ടാവുക, അവിടെയാണ് നമ്മൾ വാദത്തെ പിക്ചറിലേക്ക് കൊണ്ടുവരിക. പക്ഷെ മനസ്സിലാക്കണം, നമുക്ക് മെഡിസിനിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എപ്പോഴും റൂളുണ്ട്, കോമൺ ഈസ് ഓൾവേസ് കോമൺ. ഗൂഗിളിലും ChatGPTയിലും ജെമിനിയിലൊക്കെ നോക്കിയിട്ട് വിചിത്രമായ പനികൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ചില കശ്മല ഡോക്ടർമാരുണ്ട് പേഷ്യൻസിൻ്റെ കൂട്ടത്തിൽ. ഇവർ വന്നിട്ട് നമ്മൾ ഗൈഡ് ചെയ്യും, ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യും. ഇവർ കുറേ റിപ്പോർട്ട്സ് ആയിട്ടാണ് വരിക, ഇവർ നാട്ടിലില്ലാത്ത എക്സോട്ടിക് ടെസ്റ്റുകളൊക്കെ ചെയ്യും. എന്നിട്ട് വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, സുഖമാണോ, എന്താണ് വിശേഷം, എന്താ ബുദ്ധിമുട്ട്. അപ്പോൾ അവർ ബുദ്ധിമുട്ടല്ല പറയുക, അവർ മുന്നിലേക്ക് റിപ്പോർട്ട് വെക്കും. അവരൊരു വൈറ്റമിൻ ഡിയുടെ റിപ്പോർട്ട് വെക്കും, ഒരു ഫാറ്റി ലിവറിൻ്റെ റിപ്പോർട്ട് വെക്കും. എന്നിട്ട് പറയും, ഡോക്ടർ വൈറ്റമിൻ ഡി കുറവാണ്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ട്രാപ്പിലാവാൻ പാടില്ല. അവിടെ ഞാൻ ഡോക്ടർ കമ്മ്യൂണിറ്റിനോട് കൂടി പറയാണ്, നമ്മുടെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു വരാലോ, അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം, അയാളിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് അയാളുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കണം. കാരണം ആ ടെസ്റ്റ് ചെയ്യിച്ചത് അയാൾ തന്നെയായിരിക്കും. വലിയ ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ പറയുന്ന ടെസ്റ്റുകളിലേക്ക് പുഷ് ചെയ്യുന്ന
അപ്പോൾ അത്തരം കേസുകളിൽ പേഷ്യൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ടെസ്റ്റുകളെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമുക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ടെസ്റ്റുകൾ നോക്കി കണ്ടെത്തും. അവസാനം പ്രശ്നം ഇതൊന്നും ആയിരിക്കില്ല. അതെ. അപ്പോൾ ഇങ്ങനെയാണ് പനീനെ അപ്രോച്ച് ചെയ്യുക. ബേസിക്കലി പറഞ്ഞാൽ മിക്കവാറും വരുന്ന അസുഖങ്ങൾ ഒരു കോമൺ കോൾഡ് ആയിരിക്കും, ജലദോഷപ്പനി ആയിരിക്കും. അതിനപ്പുറം പോവുകയോ അത് സഹിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണേണ്ടതുള്ളൂ.